ഹായ് എവ്രി വൺ വെൽക്കം ടു അനദർ വ്ളോഗ് ഫ്രം ലക്സംബർഗ്. ഞാൻ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യത്തെ വ്ളോഗിൽ ഫെബ്രുവരി ആൻഡ് മാർച്ചിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ആയിട്ടുള്ളൊരു വ്ളോഗാണിത്. അപ്പോൾ ഇവിടെ ഫെബ്രുവരി 21st 22nd ഇവിടെ ബർഗ് ബ്രണ്ണൻ പറഞ്ഞിട്ടുള്ളൊരു ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ലൈക്ക് എന്താ പറയുക, വിൻ്ററിനോട് ഗുഡ് ബൈ പറയുക ആൻഡ് സ്പ്രിങ്ങിനെ വെൽക്കം ചെയ്യുന്നതാണ് ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ മെയിൻ ഒരു ഇത്. ഇപ്പോൾ ബർഗ് ബ്രണ്ണൻ പറഞ്ഞാൽ കാസിൽ ബേണിംഗ് എന്നാണ് അർത്ഥം. അപ്പം ഇവരെന്താ ചെയ്യുക വെച്ചാൽ ഓരോ കമ്മ്യൂണിലും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഒരു സ്ഥലത്തു നിന്ന് ഇവർ എന്താ പറയുക തീ കത്തിച്ചിട്ട് പ്രൊസഷൻ പോലെ ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പം അവിടെ ആ കമ്മ്യൂണിലുള്ള ആൾക്കാർ വുഡിനെ കൊണ്ടും പിന്നെ വൈക്കോല് അങ്ങനത്തെ ഓരോ സാധനം വെച്ചിട്ട് ഒരു കാസിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവർ ഈ പ്രൊസഷന് വന്ന ആൾക്കാർ ഇതെല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് കത്തിക്കലാണ് ചെയ്യുക. അപ്പം ഇത് അവർ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ വിൻ്ററിനോട് ഒരു ഗുഡ് ബൈ പറയുക ആൻഡ് വെൽക്കമിങ് സ്പ്രിങ് എന്നുള്ള പോലെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സെലിബ്രേഷൻ ബോർഡ് ഇരിക്കും, എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കുക, ഫുഡ് ഉണ്ടാവും, മ്യൂസിക് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ഇരിക്കും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രൊസഷനും ഓൾസോ പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവരുടെ കൂടെ ലൈക്ക് തീയൊക്കെ കത്തിച്ചിട്ട് ആ പ്രൊസഷൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ജസ്റ്റ് ആ കത്തിക്കുന്ന ഇവൻറ്റ് മാത്രമേ ലൈക്ക് കണ്ടിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് സ്പ്രിങ്ങിൻ്റെ ഒരു സീസണായി വന്നു തുടങ്ങി. ആദ്യം 2 ദിവസം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കുറച്ച് ലോ ആയിരുന്നു തുടങ്ങി. ഇപ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ ലൈക്ക് ഓരോ സീസൺ അനുസരിച്ച് എൻ്റെ വീട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, ലൈക്ക് എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. ഇപ്പം ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് ലിവിങ് റൂം ക്രിസ്മസിലായിട്ടുള്ള കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കാറുണ്ട്. ഇപ്പോൾ ഈസ്റ്റർ വരാനായി, പിന്നെ സ്പ്രിങ്ങിൻ്റെ അനുബന്ധിച്ചുള്ളൊരു ഇതാണ് കൂടിയാണല്ലോ. അപ്പം ഞാൻ കുറച്ച് ഈസ്റ്റർ ഡെക്കറേഷൻ വീട്ടിലേക്ക് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കുറച്ചും കൂടി ആഡ് ഓൺ ആയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എനിക്ക് വേണമായിരുന്നു. അപ്പം ഞാനിപ്പം ലക്സംബർഗിലെ ആക്ഷൻ പറഞ്ഞ ഷോപ്പിലേക്കാണ് പോകുന്നത്. ആക്ഷൻ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ കുറേ സ്ഥലത്തുണ്ട്. ആൻഡ് ലക്സംബർഗിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനം കിട്ടുന്നൊരു ഷോപ്പും കൂടിയാണ്. അപ്പം ഞാനിപ്പോൾ ആക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ.
സോ ഇന്ന് മാർച്ച് 15 ആണ്. ഇന്ന് ലക്സംബർഗിൽ ഒരു ട്രഡീഷണൽ ഡേ ആണ്. ഇതിൻ്റെ പേര് ബ്രെറ്റ്സൽ സോണ്ടേഷ് എന്നാണ്. അപ്പം ഇതൊരു വെരി ക്യൂട്ടായിട്ടുള്ളൊരു ട്രഡീഷനാണ്. ഈ ഒരു ദിവസം ഇവിടുത്തെ ആൾക്കാർ, എസ്പെഷ്യലി ദ മെൻ, ഇവിടുത്തെ ആണുങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിക്ക് ഒരു ബ്രെറ്റ്സൽ കൊടുക്കും. ആൻഡ് ആ ബ്രെറ്റ്സൽ നോർമൽ കാണുന്ന ബ്രെറ്റ്സൽ പോലെയല്ല, അതിനുള്ള നട്ട്സ്, പിന്നെ എന്തെങ്കിലും ലൈക്ക് ചോക്ലേറ്റ് ചിപ്സ് അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാവും ഇതിൻ്റെ മേലെ. അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിക്ക് കൊടുക്കും. ആൻഡ് പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഈസ്റ്ററിന് അന്ന് ഒരു ചോക്ലേറ്റ് എഗ്ഗ് തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ എംപ്റ്റി ബോക്സ് ആണ് കൊടുക്കുക. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ട്രഡീഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ 1 month ടൈം കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോഴാണ് മാർച്ച് 15 കൊടുത്തതിനുണ്ടെങ്കിൽ പിന്നെ ഈസ്റ്റർ വരെയുള്ള സമയം കൊടുക്കുന്നുണ്ട് ചിന്തിക്കാൻ, യെസ് ഓ നോ പറയേണ്ടതിന്. അപ്പം ഈ ഒരു ട്രഡീഷൻ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഈ ബ്രെറ്റ്സിൽ എങ്ങനെയാണ് ഇവിടുത്തെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് പോകുന്നത്.